ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇൻട്രോ വീഡിയോ പറഞ്ഞിട്ടുള്ളത് പോലെ ഞങ്ങളൊരു സർപ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പ്രഗ്നൻസി ജേണിയുടെ ഒരു വീഡിയോ ആണ്, ഒരു ഇൻട്രൊഡക്ഷനാണ്. കാരണം ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം, ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് മൊത്തത്തിലൊരു സർപ്രൈസ് ആയിരുന്നല്ലോ ഞങ്ങൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഒരു ആദ്യം ഒരു സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊന്ന് പ്ലാനിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെ ഇതിൽ കൂടുതൽ ആരോട് ചോദിച്ചാലാണ് എന്താണ് അറിയാം ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പ്രഗ്നൻസി ഇത്തിരിയുടെ എളുപ്പവും ഇത്തിരി കെയറിങ്ങും തരുന്ന ഒരിതാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NHS സമ്പ്രദായം, NHSലാണ് പോകേണ്ടത് നമ്മൾ മെയിനായിട്ട്. NHS വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ ഒരു ഏരിയയിൽ ഒരു GP ഉണ്ടാവും. ആ GP രണ്ടുള്ള നമ്മൾ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. ആ രജിസ്റ്റർ ചെയ്ത് ആ GPനെ നമ്മൾ ഓരോ തവണ അപ്പോയിൻമെൻറ്റിന് കോൾ ചെയ്യണം. GPനെയാണ് ആദ്യം കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ഒരു പനി വന്നാൽ പോലും നമ്മൾ GPനെ കോൺടാക്ട് ചെയ്യണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച്, ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് ഇപ്പോൾ ഒരു GPയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആഴ്ചയൊക്കെ എടുക്കും മിനിമം. ഇനി അഥവാ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോകാം. പക്ഷെ അങ്ങനെ പോയാൽ തന്നെ നമുക്ക് ഒരു 6 hours ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ എല്ലാം GP ത്രൂ ആണ് പോകാനായിട്ട് എളുപ്പം. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് തന്നെ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ GP ത്രൂ ആണല്ലോ പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ റൂട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ GPയിൽ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് നമ്മളവിടെ പോവുക ചെയ്തത് അല്ലേ? അവിടെ പോയി ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ ടെസ്റ്റ് ചെയ്തോന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ അവർ പിന്നെ എന്താ പറയുക, സെക്കൻഡ് ആയിട്ട് അവരായിട്ട് ടെസ്റ്റ് ചെയ്യുമല്ലോ. അവരപ്പോൾ വേറെ നമ്മളോട് ചോദിക്കുന്ന എടുത്തായിരുന്നു. നമ്മൾ GPയിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് ചെന്നു. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യം തന്നെ ചോദിക്കണം, ഇവിടുത്തെ ഒരു രീതി വെച്ച് അവരാദ്യം നമ്മളോട് ചോദിക്കും നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ അതെയോ. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു സമുദായത്തിൽ കുറെ അബോർഷൻസ് എല്ലാം കൂടുതലാണ്. അപ്പൊ അവര് നമ്മുടെ ആദ്യം നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ ഇത് നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയാമോ, ഇത് നിങ്ങളുടെ ഹസ്ബൻഡിന് അറിയാമോ, ഇത് നിങ്ങളുടെ എത്രാമത്തെ ഹസ്ബൻഡാണ് എന്ന് പറയുന്നത്, ബയോളജിക്കൽ ഫാദർ ആണോ എന്ന് വരെ ചോദിക്കുന്ന, അതായത് ചോദിക്കുന്നതെല്ലാം പൂജയോടെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരും അങ്ങനെ ചോദിച്ചു നിങ്ങൾ ഹാപ്പി അല്ലേ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അതിനുശേഷം പിന്നെ അവര് നമ്മളോട് ചോദിക്കും നമ്മൾ വേറെ ഏതെങ്കിലും മെഡിസിൻസ് കഴിക്കണുണ്ടോ, ലൈക്ക് ഫോളിക് ആസിഡൊക്കെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ കഴിച്ചു തുടങ്ങുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ യൂഷ്വലി അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് പ്രഗ്ന കെയർ എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കേഷനാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. അത് ഇവർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയല്ല. യൂഷ്വലി നമ്മൾ IHS പേയ്മെൻറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ ഉള്ള മെഡിസിൻ, ലൈക്ക് മെറ്റേണിറ്റിയുടെ ടൈമിൽ നമുക്ക് എല്ലാ മെഡിസിൻസും ഫ്രീ ആയിട്ട് കിട്ടും. അതൊരു ബെനിഫിറ്റാണ്. അത് നമ്മൾ ഏത് വിസയിലായിരുന്നാലും അല്ലേ, സ്റ്റുഡൻറ്റ് വിസ ആയ, അതായത് ഇവിടെ പ്രഗ്നൻസിക്ക് ഭയങ്കര കെയർ കൊടുക്കുന്ന ഒരു ഇതാണ്. അവർക്ക് മെഡിസിൻ ഫ്രീ, അവർക്ക് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഫ്രീ ആണ്. പിന്നെ അവർക്ക് പ്രയോറിറ്റി ഉണ്ട് അപ്പോയിൻമെന്റ്സിന്. ഇപ്പം നമ്മളൊരു GPയിൽ വിളിച്ചാൽ തന്നെ നമ്മൾ പറയാം ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ വരാൻ പറയും. അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റുകൾ ഇവിടെ മാത്രമുണ്ട് കേട്ടോ. അത് എപ്പോഴും ഉണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ബെനിഫിറ്റ് 1 year വരെ ഉണ്ട്. അതായത് ഡെലിവറി കഴിഞ്ഞ് 1 year കൂടി, കുട്ടിക്ക് 1 വയസ്സാവുന്നത് വരെ നമുക്ക് ഈ ബെനിഫിറ്റ്സ് കിട്ടും. കുട്ടിക്ക് അത്രയും നാളും അതും. അപ്പോൾ പക്ഷേ ഈ പ്രഗ്ന കെയർ എന്ന മെഡിസിൻ ഇവർ ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്, ലൈക്ക് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി അവരത് സ്റ്റോപ്പ് ചെയ്തു. അവർ പറഞ്ഞു ഇപ്പം അത് ഓവർ ദി കൗണ്ടർ നമ്മൾ മേടിച്ച് കഴിക്കണം പൈസ കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് അത് മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. എന്നിട്ട് അവർ പിന്നെ നമ്മളോട് ചോദിച്ചത് ഏത് ഹോസ്പിറ്റലാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കും. നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ അതേ ലൊക്കാലിറ്റി തന്നെ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ 2 എണ്ണമാണ്, ബെർമിംഗ്ഹാം സിറ്റി ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു, വുമൻസ് ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. അപ്പോൾ വുമൻസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരെയായിരുന്നു, അമ്മയ്ക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ്. അതിനകത്ത് മെയിനായിട്ട് അവർക്ക് മെറ്റേണിറ്റി മാത്രമാണോ ഉള്ളത്. സിറ്റി ഹോസ്പിറ്റലിൽ എന്നാ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മുടെ സാധാരണ ഒരു ഹോസ്പിറ്റൽ പോലെ തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഉള്ള ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റേണിറ്റിക്കൊരു പ്രയോറിറ്റി അത്രേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം സിറ്റി ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തു.
ചൂസ് ചെയ്ത് നമുക്ക് അറിയില്ല, കാരണം നമ്മുടെ അടുത്ത് സിറ്റി ഹോസ്പിറ്റലായിരുന്നു, ഇച്ചിരിയുടെ ദൂരം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് സിറ്റി ഹോസ്പിറ്റലായിരുന്നു, നമ്മൾ ആദ്യം സിറ്റി ഹോസ്പിറ്റൽ ചൂസ് ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ നമ്മുടെ റെഫറൽ ആ ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സോ ബാക്കി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫസ്റ്റ് സ്കാനിങ്ങിന് ഒരു അപ്പോയിൻമെന്റ് കിട്ടി. ഇനിഷ്യൽ പ്രഗ്നൻസി എത്ര 2 ആഴ്ച കഴിഞ്ഞായിരുന്നു. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞ് ഒരു 3 weeks കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത്രയും താമസമുണ്ട് കൂടെ. ചില സമയത്ത് ഇവിടെ സ്കാനിങ് ഡേറ്റ് കിട്ടാൻ സാധനം, കാരണം ഓരോ സ്കാനിങ്ങിന് 15 മിനിറ്റൊക്കെ ഉള്ളൂ. നമ്മുടെ ഓരോരുത്തർക്കും 15-20 മിനിറ്റ് വെച്ചാണ് ഒരു സ്ലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ആഴ്ചത്തേക്കുള്ള ഒരു ഇതായിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ഒരു അപ്പോയിൻമെൻ്റാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം പൂജ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് ബർമിംഗ്ഹാം നമുക്കിവിടെ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അറിയുന്നവരോടൊക്കെ ചോദിക്കുന്നത് ഏതാ നല്ല ഹോസ്പിറ്റൽ എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ചൂസ് ചെയ്ത ഹോസ്പിറ്റലിൽ നമുക്ക് അത്ര നല്ല അഭിപ്രായം കിട്ടിയില്ല. നല്ല അഭിപ്രായം നല്ല കുറച്ച് മോശം അഭിപ്രായം കിട്ടി. പിന്നെ ഞങ്ങൾ ഗൂഗിളിൽ റിവ്യൂസും ഇതൊക്കെ നോക്കി. ഹോസ്പിറ്റൽ NHSൻ്റെ തന്നെ റിവ്യൂസ് അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ടാവും ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മോശം റിവ്യൂസ് കണ്ടപ്പോൾ ഞങ്ങൾക്കും അതൊരു ഇതായി. പിന്നെ നമ്മളെന്നാൽ ആ ഹോസ്പിറ്റൽ വേണ്ട, ചേഞ്ച് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് സ്കാനിങ്ങിൻ്റെ ടൈമായി. ആ ടൈമായ ഇതിന് ഒരു 3-4 days മുന്നേ ആണ് നമുക്ക് ഒരു എന്താ പറയുക ബ്ലീഡിങ് വന്നു. ചെറിയൊരു ബ്ലീഡിങ് പോലെ. അപ്പം നമ്മളിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇത് എന്താ സംഭവം. ഞങ്ങൾ പെട്ടെന്ന് പാനിക്കായി. പെട്ടെന്ന് പിന്നെ വേഗം അവരെ കോണ്ടാക്ട് ചെയ്തു. നമ്മൾ നേരെ ഇവിടെയല്ലേ പോയത്, നമ്മൾ പോയി. അതായത് ബ്ലീഡിങ് പോലെ വന്നു. അപ്പം നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി നമ്മുടെ നാട്ടിലെ കാഷ്വാലിറ്റി പോലെ തന്നെ. അപ്പം എനിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ ഏകദേശം ഒരു ഇത്ര ഇതാന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോലും ഞങ്ങൾക്ക് ഒരാൾ 6 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞങ്ങളെ വിളിച്ചു. ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരാൾ വിളിച്ചു. ആദ്യം ഒരു ഹെഡ് നേഴ്സ് വൈറ്റൽസ് ഒക്കെ നോക്കാൻ വേണ്ടി, നമ്മുടെ ബ്ലഡ് പ്രഷർ അങ്ങനെയെല്ലാം നോക്കി. അവരെല്ലാം അതൊക്കെ നോക്കി. അവരെന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ടോട്ടൽ നമ്മളൊരു 4 മണിക്കൂറുടെ എക്സ്ട്രാ വെയിറ്റ് ചെയ്തു. നമുക്ക് എന്താണ് മനസ്സിലാവില്ല ഇത്രയും വെയിറ്റ്. നമ്മൾ ഇതുവരെ ആ സമയത്ത് ഫുൾ ടെൻഷനിലാണ് ഞാൻ. അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നോണ്ട് ബ്ലീഡിങ് ആണുള്ളതുകൊണ്ട് എന്താ സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇതിന് മുമ്പ് എല്ലാവരും പറയണത് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഫോളിക് ആസിഡ് ഒക്കെ കഴിക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും അറിഞ്ഞില്ല. നമ്മളതൊരു 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ ഇത് കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത് തന്നെ. നമ്മൾ അറിയുന്നത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ. നമ്മൾ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ അറിയാൻ കുറച്ച് വൈകി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ കാരണം പിന്നെ ടെൻഷനായി, ആകെ കരച്ചിലായി അവിടെ ഇരുന്നിട്ട്. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് നമുക്ക് ടെൻഷനാവും. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. അങ്ങനെ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ മൊത്തത്തിൽ 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ ആയിട്ട് നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയത്. അങ്ങനെ ആൾ വന്നു, ഡോക്ടർ വന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട്, അത് എന്താണ് സംഭവം, എങ്ങനെയുണ്ട്, അവരെന്തോരം ബ്ലഡ് ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇത് നോർമലാണ്, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ NHS അങ്ങനെ എപ്പോഴും പറയും അത് കുഴപ്പമില്ല, അതങ്ങനെയാണ്. ഇപ്പൊ പനി വന്നാലും എന്ത് വന്നാലും അല്ലെങ്കിൽ നമുക്ക് വലിയൊരു നമുക്ക് വലുതായിട്ടൊരു അസുഖമോ എന്തെങ്കിലും വേദന വന്നാൽ പറയാം അത് നോർമലാണ്. അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടുത്തെ. എന്ത് പറഞ്ഞാലും അവർ പറയണത് 2 പാരസെറ്റമോൾ കഴിച്ചാൽ മതി, 2 പാരസെറ്റമോൾ കഴിച്ചാൽ. കളിയാക്കി പറയാനല്ല, ബട്ട് ഇവിടെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണ്, അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, കുറച്ച് ആൾക്കാരിലെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അത് പാനിക് ആയതാണ്. പിന്നെ അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അവർ പറഞ്ഞു ബ്ലീഡിങ് വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു സ്കാനിങ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രൈവറ്റ്, അതായത് ഹോസ്പിറ്റൽ അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് വേറൊരു സ്കാനിങ് കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ അത് പോയി ചെക്ക് ചെയ്തു. അത് നെക്സ്റ്റ് ഡേ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു സ്കാനിങ് അവിടെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു സ്കാനിങ് അവിടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഫസ്റ്റ് സ്കാൻ ഞങ്ങൾ ചെയ്തു. അതായത് ബ്ലീഡിങ് വന്നതുകൊണ്ട് മാത്രം ഒരു പ്രൈവറ്റായിട്ട് പോയി ചെയ്തു. അതിനുശേഷം അതിനകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങളുടെ വയ്ക്കാം. അത് ഒരു ചെറിയൊരു അതിനകത്ത് സ്കാൻ കണ്ടപ്പോൾ ഫസ്റ്റ് ആയിട്ട് കണ്ടു. അതിനകത്ത് അവർ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു. അപ്പോൾ അതൊക്കെ അത്
എനിക്ക് കാണാൻ പറ്റിയില്ല, ആളൊക്കെയാണ് കാണാൻ പറ്റിയത്. അതായത് ഒരു യൂഷ്വലി ഇവിടെ എപ്പോഴും എല്ലാത്തിനും ഹസ്ബൻഡ്സിനെ കൂടെ അകത്ത് കയറ്റുന്ന, പക്ഷെ ഇത് നമുക്കൊരു എമർജൻസി ആയിട്ട് തന്ന ഒരു സ്കാൻ ആയതുകൊണ്ട് അവർ പറഞ്ഞു ആളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടന് വരാൻ പറ്റിയില്ല, ചേട്ടൻ പുറത്തുനിന്ന്. പക്ഷെ ഞാൻ ഉള്ളിൽ നിന്നിട്ട് പിന്നെ അവർ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തന്നു. ഒരു കുഴപ്പമില്ല, പ്രഗ്നൻസി ഒക്കെ ഓൾറൈറ്റ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ കൂടെ ഞാൻ വിളിക്കട്ടെ ഇത് കേൾപ്പിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇമേജ് തരാം ഹസ്ബൻഡിനെ, അത് കാണിക്കാം എന്ന് പറഞ്ഞു. അതിനൊക്കെ ഒരു കാര്യം ഉണ്ടായി, നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ GP മാറി, എല്ലാം മാറി. അങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലും എന്തായാലും ചേഞ്ച് ചെയ്യാവുന്ന. ഞങ്ങൾ വീട് മാറേണ്ടി വന്നു. ഞങ്ങൾക്ക് വീട് മാറേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ നമ്മുടെ വീട് മാറുമ്പോൾ എന്തായാലും നോർമലി നമ്മൾ GP പ്രാക്ടീസ് മാറും. അങ്ങനെ ഞങ്ങൾ GP മാറി വന്നപ്പോൾ ഞങ്ങൾ അവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിമൻസ് ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് റെഫർ ചെയ്ത് വിട്ടു. അങ്ങനെ വിമൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ തന്നെ നമുക്ക് അടുത്ത ലെറ്റർ വന്നു, സ്കാൻ, അടുത്ത ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാം കണ്ടിന്യൂസ് വിമൻസ് ഹോസ്പിറ്റലുമായിട്ടായിരുന്നു. ഹോസ്പിറ്റലും ചേഞ്ച് ചെയ്തു. അപ്പോൾ 2 സ്കാനിങ് വന്നു. അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ ആദ്യം വന്ന സ്കാൻ അവരെല്ലാം റിപ്പോർട്ട് പോയി. രണ്ടാമത് വന്ന ഞങ്ങൾ GP മാറിയതിന് ശേഷം കിട്ടിയത് വിമൻസ് ഹോസ്പിറ്റലിലേക്ക് മാറി. ഇപ്പോൾ അവിടെ നിന്ന് ഒരു സ്കാൻ തന്നു, അവിടെ നിന്നും കിട്ടി 2 സ്കാനിങ്. അങ്ങനെ അടുപ്പിച്ച് 2 സ്കാൻ കിട്ടി. സാധാരണ ഒരാൾക്ക് അങ്ങനെ കിട്ടാറില്ല. സ്കാനിങ് ഇമേജും കിട്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എനിക്ക് കയറാൻ പറ്റി, ഞാനത് കണ്ടു. എനിക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇത് നമ്മുടെ ഹാർട്ട് ബീറ്റ് പോലെയല്ല. നമുക്ക് 72-73 ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ കൊച്ചിന് 140 ഹാർട്ട് ബീറ്റ്. അത് ചെറിയൊരു പൾസ് പോലെ എനിക്കിങ്ങനെ കാണിക്കാം. പറഞ്ഞ് ഇടിച്ചുകൊണ്ടിരിക്കും. അവര് നോക്കിയിട്ട് പറഞ്ഞു അന്നേരം എത്ര 6 വീക്ക് ആയി എന്ന് പറഞ്ഞു.